ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷെയ്ഖാത്ത ഹോം ഷെഫിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു റവ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു 3-4 ഉപ്പുമാവ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പല രീതിയിലുള്ളതാണ്. ഇതും ജസ്റ്റ് ഏകദേശം അതുപോലെയൊക്കെ ഇരിക്കും, എന്നാലും എന്തെങ്കിലും വ്യത്യസ്തത കാണും ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ 1 സ്പൂൺ നെയ്യ്, 2 സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റായിട്ട് നമുക്ക് 3-4 കാഷ്നട്ട് വറുത്ത് മാറ്റാം. കാഷ്നട്ട് വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോഴത്തേക്ക് കോരിയെടുക്കാം. ഈ കാഷ്നട്ട് വറുത്ത നെയ്യിലേക്ക് തന്നെ നമുക്ക് ഒരു 2 കപ്പ് റവ ഒന്ന് വറുത്തെടുക്കാം. ശരിക്കും അത് റോസ്റ്റഡ് റവ തന്നെയാണ്, എന്നാലും നെയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് വറുത്തെടുക്കുമ്പോൾ ടേസ്റ്റ് കൂടും. ഇതൊന്ന് നെയ്യായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വറുത്ത് മാറ്റിയിട്ട് റവ നെയ്യിൽ വറുത്ത റവ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നെയ്യൊന്ന് ചൂടായിട്ട് കടുകിടാം. വറ്റൽ മുളകിടാം. ഉഴുന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളറൊന്നും ആകണ്ട, എന്നാലും അതിൻ്റെ നല്ല വെന്ത് വരണം. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കും. സവാളയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ 1 ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട്. നല്ല ടേസ്റ്റുമാണ്, കാണാൻ നല്ല കളർഫുള്ളായിരിക്കും, നല്ല ടേസ്റ്റുമാണ്. ചേർത്തില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒന്നും ചേർക്കാതെ ഉപ്പുമാവ് ഉണ്ടാക്കിയാലും അതിൻ്റെതായ രീതി നമ്മൾ സമയമെടുത്ത് എന്ത് കുക്ക് ചെയ്താലും നല്ല ടേസ്റ്റാണ്.
ഒരു 2 മിനിറ്റ് മുടിച്ച് വയ്ക്കാം. ക്യാരറ്റും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2-3 സ്പൂൺ ചെറുതായി ചിരകിയ തേങ്ങ അതൊന്ന് മിക്സ് ചെയ്യാം. ഈ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇപ്പോൾ 1 സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് റവ ചേർക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റവ വറുത്ത് വെച്ച റവ കുറേശ്ശെ ഇട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു നനവോടുകൂടി ഇങ്ങനെ വെച്ച് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് ഇതൊന്ന് വെന്ത് കിട്ടണം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉപ്പുമാവ് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ച ഒരു 5-6 കാഷ്നട്ട് അതുകൂടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ഉപ്പുമാവാണ്. ഓക്കെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. അടിപൊളി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഒരു സുലൈമാനിയുടെ കൂടെയോ ചായയുടെ കൂടെയോ കഴിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള എനർജി ആയിട്ട് രാവിലെയോ രാത്രിയോ ഇത് മതിയാവും. നല്ലൊരു ഫുഡാണ്.